നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ബാച്ചിലർ സ്പെഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 നുള്ള് ഉഴുന്നുപരിപ്പ്, 1 നുള്ള് കടലപ്പരിപ്പ് ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക. പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കുക. ചെറിയ ജീരകം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 4-5 വറ്റൽമുളക് നടുവേ മുറിച്ച് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളകിൻ്റെ കളർ ചെറുതായി മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1 പിടി കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചെറിയ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ടു വന്നിരിക്കുകയാണ്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് മീഡിയം സൈസിലുള്ള 4 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് അല്പനേരം മൂടി വെച്ച് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിരിക്കുകയാണ്. അടുത്തതായി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിരിക്കുകയാണ്. അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 5 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചാറൊക്കെ നന്നായി കുറുകി വന്നിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസുമതി റൈസായാലും കുഴപ്പമില്ല. സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഇട്ട റൈസ് എല്ലാം ചേർത്ത് നന്നായി മസാല യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില അല്പം വിതറി കൊടുക്കുക. മസാലയെല്ലാം നന്നായി റൈസിനോടൊപ്പം ചേർത്തിളക്കിയ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അടുത്തതായി ബാക്കിയിരുന്ന മല്ലിയില അതിന് മുകളിലായി വിതറി കൊടുക്കുക. മല്ലിയിലയുടെ മണമൊക്കെ റൈസിലേക്ക് പിടിക്കുവാൻ വേണ്ടി 2 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെക്കാം. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു തക്കാളി റൈസാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.